നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എഗ് മോമോസ് ആണ്. അതിനായി ആദ്യം മൈദയും ഉപ്പും എണ്ണയും മിക്സ് ആക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് 2 സവാള ചെറിയ പീസുകളായി അരിഞ്ഞിടണം. അവസാനം 1 ക്യാബേജും 2 ക്യാരറ്റും 1 തക്കാളിയും 4 വെളുത്തുള്ളിയും അരിഞ്ഞു. നമ്മൾ ഇനി മോമോസിന് ആവശ്യമുള്ള ഫില്ലിങ്സ് ആണ് റെഡിയാക്കുന്നത്. അതിനായി ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ സവാള നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് മസാല ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ മസാല, അത് കഴിഞ്ഞ് ചിക്കൻ ഫ്ലെക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് മസാല ഇടുക. അത് കഴിഞ്ഞ് ഗരം മസാല ഇടാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 മുട്ടയാണ്. നമ്മൾ അങ്ങനെ എല്ലാ മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ കുറച്ച് കൂട്ടി കൊടുക്കാം. 1 മിനിറ്റത്തേക്ക് നമ്മൾ ഇളക്കാതെ മുട്ട വെക്കുക. മുട്ട റെഡി ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് പരത്താം. അങ്ങനെ
ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ചെറുതായി പരത്തിയെടുക്കാം. ഇവിടെ മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സോസ് ഉണ്ടാക്കാം. അതിനായി മുളക് പൊടി ഇടുക, പിന്നെ ഉപ്പ്, അത് കഴിഞ്ഞ് നാരങ്ങയോ വിനീഗറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ നാരങ്ങ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ സോസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാത്തിലും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്യാം. നമ്മൾ ഫില്ലിങ്സ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം മടക്കി കൊടുക്കാം. ഇനി നമുക്കിത് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.